തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വിവിധ സന്നദ്ധ സംഘടനകളുടെയും ഹരിതകർമ്മ സേനയുടെയും സഹായത്തോടെ ഹൈവേ ശുചീകരണം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്ത്, മെമ്പർമാരായ ബിന്ദു, ജോസഫ്, പഞ്ചായത്ത് സെക്രട്ടറി അരുൺ ജോൺ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പോൾ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജിഷ എന്നിവർ പങ്കെടുത്തു. പലതവണ ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും മാലിന്യങ്ങൾ വീണ്ടും വരുന്ന സാഹചര്യത്തിൽ ഹൈവേ വേലി സ്ഥാപിക്കാൻ തുടർ നടപടി സ്വീകരിച്ചിട്ടുള്ളതും ക്യാമറ സ്ഥാപിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതും ഹൈവേയിൽ കക്കൂസ് മാലിന്യം തള്ളിയ 2 വണ്ടികൾ പിടിച്ചെടുത്തതിനെ തുടർന്ന് 1 ലക്ഷം രൂപ പിഴത്തുക ഈടാക്കിയിരുന്നു. ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചു വരുന്നത് തടയിടാൻ ശക്തമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. കേരള ടൈംസ് മീഡിയ. ഇപ്പോൾ നമ്മുടെ മാലിന്യ സംസ്കരണത്തിൻ്റെ നിയമമനുസരിച്ച് നമ്മൾ 2 വണ്ടി പിടിച്ചെടുക്കുകയും നല്ല രീതിയിൽ തന്നെ 1 ലക്ഷം രൂപയോളം പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഹരിതകർമ്മ സേനയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുടനീളമുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ നിരോധിത പ്ലാസ്റ്റിക്കുകൾ കടകളിൽ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് HIV ഉൾപ്പെടെയുള്ള കടകൾ പരിശോധിക്കുകയും അവർക്ക് തക്കതായ നിർദ്ദേശം ആദ്യ തലത്തിൽ കൊടുക്കുകയും വീണ്ടും അത് ആവർത്തിച്ചതിന് ശേഷമുള്ളവർക്ക് നല്ല രീതിയിൽ തുക ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. പുത്തൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മാലിന്യം മുക്ത നവകേരള പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്നത്.